എന്ത് ഒട്ടരാജേന്ദ്രൻ. ஹாய் பேபி, என்னம்மா இப்படி பண்ணிடலாமா? இந்த வீட்டுக்குள்ள உண்மையால போய் இருக்கு பேபி. நீங்க ஜோசப் தானே கேட்டீங்க? அவரு ஜோசப் இல்லங்க, நாங்க ஷாட்டா விஜய் குமார் தான் கூப்பிடுவோம். சரி பேபி, எனக்கு பிடிச்ச டைலாக் என்ன தெரியுமா? ஒரு வாட்டி முடிவு பண்ணிட்டா என் பேச்ச நானே கேட்க மாட்டோமா? താങ്ക്യൂ. ഓക്കെ, അപ്പോ മലയാളം തമിഴ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി എന്തായാലും അടുത്തത് നമ്മൾക്കൊരു സോങ് കേൾക്കണ്ടേ? കോയക്കന്റെയും അതുപോലെ കുഞ്ഞാപ്പൂവിന്റെ ഒരു പാട്ട് കേൾക്കണ്ടേ? കേൾക്കണ്ടേ? കേൾക്കണോ? അതാണ്. അപ്പൊ എല്ലാവരും ഇത് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്താ ഇപ്പഴല്ല, നേരത്തെ ഒരു 3-4 വട്ടം ഞാൻ ചോദിച്ചു. ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്ട് ഇവിടെ ഒരാൾക്ക്. അല്ല, ഞാനവിടെ ഇവിടെ ഒരു ഗിഫ്റ്റ് എടുക്കുന്നത്. കുട്ടി പറഞ്ഞ സംഭവം ചെയ്യാക്കാൻ പോകുന്നുണ്ട്. എന്നെ തല്ലണം എന്നാ പറഞ്ഞത്. അതല്ല ഒരു വീഡിയോന്റെ ഒരു ഭാഗം എടുത്തിട്ട് തച്ചാ മതി എന്നാ പറഞ്ഞത്. ഇവിടുന്ന് നല്ലുണ്ടോ? അടിയുണ്ടോ? ഏതാണ് അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ജാൻമണിയോ എന്താ പറഞ്ഞേ? ആ, ജാൻമണിനെ എടുത്തിട്ട് തച്ചാ മതി. ജാൻമണീനൊക്കെ എടുത്തിട്ട് തച്ച ഓള് പിന്നെ എത്തിനാ പറ്റുക? വീഡിയോത്തെ എന്നാ അതാണ് നിങ്ങക്ക് തല്ലു വേണോ? എന്നെ നടക്കാട്ടോ. തല്ലുള്ള സീനാണോ? യെസ്. തല്ലാ നിക്കണോ കളിയോ? റെഡിക്ക് ആരൊരു തല്ലു വാങ്ങാൻ അങ്ങനെ നിൽക്കണല്ലോ. കേരളത്തിൽ ആദ്യമായിട്ടേക്കാരും ഒരു തല്ലു വാങ്ങാൻ എത്ര ചിരിച്ചു നിൽക്കുന്ന ഒരാള്. അതിന് നല്ലൊരു കൈ കൊടുത്താണ്. കണ്ടോ? എത്ര തല്ല് കിട്ടിയിട്ടും ആ ചിരി തന്നെ ഉണ്ടാവും. അപ്പൊ ശരിയാക്കി തരാം. അപ്പൊ അടി ലൈവ് ആയിട്ട് ഓക്കല്ലേ? ഇവര് പറഞ്ഞിട്ടില്ല സീൻ പറഞ്ഞു. ഓക്കെ, കൊമ്പക്കാട് കോയ വാതിലുറക്കെ. ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞു വാതിലുറക്കേന്ന്. ജുമാക്കോ നേരായി. കൊണ്ണ് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പര ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുച്ചുപുളിയെ സൈന്യം വിചാരിച്ച് നടന്നില്ല. പിന്നെ ലജ്ജു എനിക്ക് പോണം. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോണം. ജുബൈക്കോ നല്ലൊരു കൈഡി അടിച്ചാണ് പോരെ. പന്റെ പള്ളിയിലത്തെ തീർന്നില്ല. കിട്ടിയോ? അതിന് പണി എത്തൂലേ? കിട്ടിയോ? കിട്ടി. കൊടുത്തോ? അത് കൊണ്ടിട്ടില്ല. കൊണ്ടിട്ടില്ലേ? ആ കൊള്ളാത്ത ഒന്നും ഇങ്ങോട്ട് വന്നാ. അല്ല, ഒരു കാര്യം ചെയ്യാം. ഇങ്ങോട്ട് വാലിന് ഞാൻ ചാടി അടി അടിച്ചേ. കോയക്ക, ഇവിടെ ഒരാൾക്ക് ഒരു അടി കൊടുക്കാം. കൊള്ളുന്നുണ്ടോ ഇല്ല നോക്കാം. ആരെ വരുന്നുണ്ടോ? ആരും ഇല്ല അല്ലേ? എന്തായാലും ലൈവായിട്ട് കിട്ടിയില്ല. അത് മതി. അവനവന്റെ പച്ചിമാരുടെ അടുത്തുനിന്ന് കിട്ടുക കേട്ടോ. ഹലോ, നമുക്ക് ഇവിടെ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുത്തോട്ടെ. ഇത് ആർക്കാ കൊടുക്കുന്നത്? നറുക്കെടുപ്പൊന്നുമില്ല. ഇവിടെ ഒരാൾക്ക് കൊടുക്കാം. നമ്മുടെ ഈത്താർ ഹോളിഡേസ് സ്പോൺസർ ചെയ്ത ഗിഫ്റ്റ് ആണ്. ഇവിടെ അനസാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നല്ല തിരക്കാണല്ലോ. ആണോ? ആണ് എന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ ആരുടെയോ ഒരാളുടെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയിട്ടുണ്ട് ഈ തിരക്കിൽ ചവിട്ടിയിട്ട്. ഇവിടെ ആരുടെയോ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. അയാൾക്കുള്ളതാണ് ഈ സമ്മാനം. വള്ളി പൊട്ടി, ചെരുപ്പിന്റെ വള്ളി പൊട്ടിയ ആൾക്കാരുണ്ട്. ഇപ്പൊ വന്നോളി. പൊട്ടിച്ചിട്ട് വരണം കേട്ടോ. പൊട്ടിച്ചിട്ട് വരരുത്. പൊട്ടിച്ചാൽ ഞങ്ങൾക്കറിയാം. എന്താ? എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. എവിടെ ഇല്ല, അതൊന്നും പോരാ. ശരിക്കും പൊട്ടിയാരോ ഉണ്ട് ഇവിടെ. അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ തോന്നുന്നു. ഉണ്ടോ? എവിടെ? കോൽമുട്ടായിന്റെ ചെരുപ്പ് കാണുന്നില്ല. ഒരാളിങ്ങോട്ട് വരുന്നുണ്ട്. ഷൂസ് ആണോ? ഏത് വള്ളിയാണ്? സുന്ദര, എവിടെ ചെരുപ്പ് പൊട്ടിയേ? പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയിട്ടുണ്ട്. കൈയടി. അതൊക്കെയാണ് സമ്മാനം കൊടുക്കല്. അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് മിടുക്കൽ ഒരു കൈഡി കൊടുക്കാം. ഒരു കൈഡി കൊടുത്തോ? അനസ്, പ്രിയപ്പെട്ട അനസ്, ഈത്താർ ഹോളിഡേസിന്റെ അനസ്. പേര് ഏതാ? കാർത്തിക്. കാർത്തിക്കിന് ഒരു കൈഡി കൊടുക്ക്. കുഞ്ഞാപ്പൂയി സൈഡിലോട്ടുന്നോ. നമ്മുടെ ഈത്താർ ഹോളിഡേസിന്റെ
എനിക്കല്ലോ മാർക്ക് അപ്പൊ പോയിക്കോട്ടെ ഇതിനെ പോട്ടേക്കാം. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന് കാർത്തികിന് സമ്മാനം കൊടുത്തു കഴിഞ്ഞു. അപ്പോ വേദിയിൽ നിൽക്കുന്ന വേദയക്ഷൻ അത് ഇനി പറയണ്ട, ഫസ്റ്റ് ഒന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ഇവിടെ നമ്മുടെ കോയക്കന്റെയും അതുപോലെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. വളരെ മനോഹരമായിട്ടാണ് ആ ചിത്രം വരച്ചത് എന്ന വലിയ സന്തോഷമുണ്ട്. നല്ല പവർ ഫോട്ടോ, അവരുടെ നോട്ടം പോലെ തന്നെ ആ ഫോട്ടോയിൽ വന്നിരിക്കുന്നു എന്ന കൗതുകമുണ്ട്. സ്പെഷ്യൽ താങ്ക്സ്. ഗംഭീരം, ഒന്നും പറയാനില്ലാത്ത പെർഫോമൻസ്.